ഇനി നമ്മളൊരു ഗെയിമാണ്, ഡൈ ടോസിങ് ഗെയിമാണ്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്പോർട്ട് റാൻഡം എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തു. അത് നമ്മുടെ പൈത്തണിൻ്റെ ഇൻബിൽറ്റ് ലൈബ്രറിയാണ്, അല്ലെങ്കിൽ മൊഡ്യൂളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. ഫേസ് ഈക്വൽ ടു റാൻഡം ഡോട്ട് റാൻ റേഞ്ച്. റാൻഡം എന്ന് പറയുന്ന ലൈബ്രറിയിലെ റാൻ റേഞ്ച് എന്ന് പറയുന്ന ഫങ്ഷനാണ്. ആ ഫങ്ഷൻ 1,7 1 മുതൽ 6 വരെയുള്ള നമ്പറുകൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. കമ്പ്യൂട്ടർ തന്നെ സെലക്ട് ചെയ്യുവാണ്. പ്രിൻ്റ് ഫേസ്. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് ആദ്യം ഇമ്പോർട്ട് റാൻഡം എന്ന് പറയുന്ന ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ആ റാൻഡം എന്ന് പറയുന്ന ലൈബ്രറിയിലെ റാൻ റേഞ്ച് എന്ന ഫങ്ഷനെ കോൾ ചെയ്തിട്ട് 1 to 7 എന്ന് പറഞ്ഞു. റാൻഡം ഡോട്ട് റാൻ റേഞ്ച് 1 to 7 എന്ന് പറഞ്ഞാൽ 1 മുതൽ 7 വരെയുള്ള 7 വരില്ല. ഇതിനകത്ത് 6 വരെയുള്ള സംഖ്യകൾ, 7 താഴെയായിരിക്കും. 6 വരെയുള്ള സംഖ്യകൾ കമ്പ്യൂട്ടർ റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. 1 2 3 4 5 6 വരെയാണ്. എന്നിട്ട് ഏതാണ് റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് അത് പ്രിൻ്റ് ചെയ്യുകയാണ്. നമുക്കൊന്ന് നോക്കാം. ഉണ്ടോ, 6 ആണ് പ്രിൻ്റ് ചെയ്തത്. 6 പ്രിൻ്റ് ചെയ്തു. ഇനി നോക്കാം. കണ്ട, 1 പ്രിൻ്റ് ചെയ്തു. 1 പ്രിൻ്റ് ചെയ്തു. ഇനി ഒന്ന് നോക്കാം. 1 പ്രിൻ്റ് ചെയ്തു. 5 പ്രിൻ്റ് ചെയ്തു. 5 ആണ് പ്രിൻ്റ് ചെയ്തത്. ഇനി ഒന്ന് നോക്കാം. 5 പ്രിൻ്റ് ചെയ്തു. 6 പ്രിൻ്റ് ചെയ്തു. 2 പ്രിൻ്റ് ചെയ്തു. 5 പ്രിൻ്റ് ചെയ്തു. 3 പ്രിൻ്റ് ചെയ്തു. 4 പ്രിൻ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ്, റാൻഡമാണ്. ഇപ്പോൾ ഇവിടെ 1 to 7 എന്നുള്ളത് 1 to 10 കൊടുത്തു കഴിഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള ഏതെങ്കിലും സംഖ്യകളായിരിക്കും. 2 2 5 5 3 3 7 1 7 2 7 2 7 കണ്ടോ 5 അങ്ങനെ 8 ഇങ്ങനെ ഏതെങ്കിലും നമ്പറാണ് റാൻഡമായിട്ട് സെലക്ട് ചെയ്തത്. അതിവിടെ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡൈ ടോസ് ചെയ്യുമ്പോൾ 1 മുതൽ 6 വരെയുള്ള സംഖ്യകളെ വരുള്ളൂ. അതുകൊണ്ടാണ് 1 to 6 എന്ന് എഴുതിയത്. ഓക്കെ.